നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുകയാണ് 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും 1 PM ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. BLOമാരുടെ ജോലി സമ്മർദ്ദവും രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനുമിടെ SIR സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലും SIR ഫോമുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഒരാഴ്ചയാണ് നീട്ടിയത്. ഇതോടെ എന്യൂമറേഷൻ ഫോമുകൾ ഡിസംബർ 11-നുള്ളിൽ നൽകിയാൽ മതിയാകും. അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ കാര്യത്തിലൊക്കെയുള്ള നിയമ പോരാട്ടങ്ങൾ തുടരുകയാണ്. അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. അനുജ, ഒരു നിർണായക നീക്കമെന്ന് തന്നെ പറയാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. കാരണം മറ്റന്നാളാണ് സുപ്രീം കോടതിയിൽ കേരളത്തിലെ SIR-നെതിരായ ഹർജികൾ പരിഗണിക്കാനായി വീണ്ടും മാറ്റിയിരുന്നത്. അതിനു മുൻപായിട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ SIR നടപടികൾ നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു സുപ്രധാന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഹർജികളിൽ ഉന്നയിച്ചിരുന്ന ഒരു അടിയന്തര ആവശ്യം എന്നുള്ളത് SIR നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണം. കാരണം ഈ BLOമാർ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. BLOയുടെ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ ഹർജികളിൽ പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു സ്റ്റേ വേണമെന്നൊരു ആവശ്യമായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനത്തിലേക്ക് എത്തിയതോടുകൂടി തന്നെ ഈ ഹർജിക്കാരുടെ ഈ വാദങ്ങളെ മറികടക്കാനാകും, അത്തരമൊരു നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കാനാകും എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ. കാര്യം സമയപരിധി നീട്ടുമ്പോൾ സ്വാഭാവികമായും സമ്മർദ്ദം കുറയ്ക്കാനാകും എന്നൊരു വാദമായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ SIR ഫോമുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഒരാഴ്ച നീട്ടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. കാര്യങ്ങൾ തത്സമയം അതിലേക്ക്. ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനത്തിന്റെ അവർക്ക് ഇൻഫർമേഷൻസ് ഉണ്ട്. അതിൻ്റെ ജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി അവർക്ക് തീർച്ചയായും അവരുടെ ശ്രദ്ധയിലുണ്ടാവും. കേരളത്തിൻ്റെ ഭാഗത്തിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനൊക്കെ അറിയിക്കുന്നുണ്ട്. സോ ഇതെല്ലാം കണ്ടുകൊണ്ട് ആയിരിക്കാം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു റിവൈസ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കാൻ ഒരു ഇട ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു. BLOമാരുടെയും BLAമാരുടെയും ഒരു യോഗത്തെ കുറിച്ച് പറഞ്ഞു. തിങ്കൾ ചൊവ്വ എന്നുള്ളതിനപ്പുറം അതിന് നീണ്ടു മുന്നോട്ട് പോകുമ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുമോ, അതോ കൃത്യമായ ദിവസം ഉണ്ടാവുമോ? ഇല്ല, അത് അവരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും. അത് ഡിസ്ട്രിക്ട്സിൻ്റെ അവരുടെ സൗകര്യം വെച്ചിട്ടായിരിക്കും. നമ്മളൊരു ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഏറ്റവും നല്ല വിധത്തിൽ ഒരു മിനിറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ്. അത് നമ്മുടെ ഒരു അണ്ടർ സെക്രട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അദ്ദേഹം നല്ല ഒരു സജീത്ത് അദ്ദേഹമാണ് ഒരു ഏറ്റവും നല്ല വിധത്തിലുള്ള മീറ്റിംഗ് ഉണ്ടാക്കിയിട്ട് അത് മിനിറ്റ്സ് അതാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിങ്ങിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡലിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനും നമ്മൾ കൈമാറിയിട്ടുണ്ട്. BLOമാരെ സംബന്ധിച്ചിടത്തോളം ഒപ്പം വോട്ടർമാർക്കും ആശ്വാസകരമാണ്. ഒരാഴ്ചത്തേക്ക് നടപടിക്രമങ്ങൾ നീട്ടി നൽകിയിരിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന് പിന്നാലെ സംസ്ഥാനത്തും തമിഴ്നാട്ടിലും ഉൾപ്പെടെ പോലീസ് അന്വേഷണം തുടരുകയാണ്. നടന്നത് അശാസ്ത്രീയ ഗർഭഛിദ്രമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നാണ് രാഹുൽ എത്തിച്ചു നൽകിയതെന്ന് യുവതിയെ ചികിത്സിച്ച ഡോക്ടേഴ്സും സ്ഥിരീകരിച്ചു. ബുധനാഴ്ച മുൻകൂർ ജാമ്യം പരിഗണിക്കും വരെ അറസ്റ്റ് വേണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ നിലപാട്. എന്നാൽ പിന്നീട് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേർന്നു. തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ ADGP നിർദ്ദേശം നൽകി. ഇതോടെ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചു. രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. വിവരങ്ങൾ അറിയാവുന്ന ബന്ധുക്കളിൽ ചിലരെ പോലീസ് ചോദ്യം ചെയ്തേക്കും. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുന്നതായി പോലീസിന് സംശയമുണ്ട്. പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ്. നടന്നത് അശാസ്ത്രീയ ഗർഭചിത്രമെന്ന യുവതിയുടെ മൊഴിയിലും പോലീസ് പരിശോധന നടത്തി. വീര്യം കൂടിയ മരുന്ന് നൽകിയെന്നും ഗർഭചിത്രം നടത്തിയത് 2 മാസത്തിന് ശേഷമാണെന്നും യുവതി മൊഴി നൽകിയിരുന്നു. ഗുരുതര രക്തസ്രാവത്തെ തുടർന്ന് യുവതിയുടെ ആരോഗ്യനില മോശമായതിനാൽ ചികിത്സ തേടിയെന്നും മൊഴിയുണ്ടായിരുന്നു. യുവതി പോലീസിന് നൽകിയ മെഡിക്കൽ രേഖകളും തെളിവുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുവതിയെ കഴിപ്പിച്ചത് 7 ആഴ്ച വരെ കഴിക്കാവുന്ന മരുന്നെന്നും ഉറപ്പിച്ചു. ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നെന്നും വിവരം നൽകി. ശബ്ദരേഖയിലേത് യുവതിയുടെ ശബ്ദം തന്നെ ഉറപ്പിക്കാൻ ശാസ്ത്രീയ ശബ്ദപരിശോധന നടത്തും. യുവതിയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചു. പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞ പാലക്കാട്ടെയും തിരുവനന്തപുരത്തെയും ഫ്ളാറ്റുകളിലും പോലീസ് പരിശോധന നടത്തി. 24 തിരുവനന്തപുരം.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി ഒരു പരിപാടിയിലും കയറ്റരുതെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരനും പ്രതികരിച്ചു. രാഹുലിനെതിരായ കേസ് തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സമീപനത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വിഷയത്തിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടിയിട്ടില്ലെന്നാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ, ഒളിച്ചോടിയിട്ടില്ലല്ലോ. ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല. രാഹുൽ തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും പരാതി പോലും ലഭിക്കും മുമ്പ് നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതൊന്നും തെരഞ്ഞെടുപ്പ് വിഷയമല്ലല്ലോ. പാർട്ടി ആയി ബന്ധപ്പെട്ട ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പാർട്ടി വിഷയം. രാഹുലിനെ ഇനി ഒരു കോൺഗ്രസ് പരിപാടിയിലും കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഉദിച്ചുയരുന്ന താരങ്ങളൊക്കെ വേണ്ട താരങ്ങൾ ഉദിച്ചുയരും, അല്ലാത്തത് അസ്തമിക്കും. സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലിന് തുല്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. എന്നാൽ ഇത്തരം വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്നും വികസനമായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യുകയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഈ ആരോപണ ശരങ്ങളും ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം ജനങ്ങളുമായിട്ട് സംവദിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ അതിജീവിതയ്ക്ക് നേരെയുണ്ടായ സൈബർ അധിക്ഷേപങ്ങളിൽ കേസെടുക്കാൻ പോലീസ്. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചിത്രം ഉപയോഗിച്ചാണ് രാഹുൽ അനുകൂലികൾ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. സൈബർ ആക്രമണം സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായപ്പോൾ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുയായികളും കോൺഗ്രസ് അനുകൂല പേജുകളുമാണ് അതിജീവിതയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത അധിക്ഷേപം നടത്തുന്നത്. അതിജീവിതയുടെ പരാതിക്ക് പിന്നാലെയാണ് അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസ് ആരംഭിച്ചത്. ഒരു വർഷം മുൻപ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം പ്രചരിപ്പിച്ചാണ് സൈബർ ആക്രമണം. വിവാദങ്ങൾക്ക് മുമ്പേ പങ്കുവച്ച ചിത്രം പുതിയ സാഹചര്യത്തിൽ പിൻവലിക്കുമെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതും വിമർശനങ്ങൾക്കിടയാക്കി. ഒരു കുട്ടി ഒരു പരാതി കൊടുത്തു, വളരെ ഗൗരവമുള്ള പരാതി. അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തതാണ്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ കുട്ടിയുടെ പേരും പടവും ഒന്നും കാണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അപ്പം അത് മറികടന്നുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അനീതിയാണ്. അക്കാര്യത്തിൽ ഒരു പിന്തുണയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കോൺഗ്രസ് അനുകൂല പേജുകളിൽ നിന്നുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി. വേറെ വല്ല ചോദ്യമുണ്ടോ? അല്ല, അവർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആലയിൽ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം 5ഉം 10ഉം പ്രാവശ്യം ചോദിച്ചു. ഇത് ചായക്കടയിലെ ചർച്ചയല്ല, മീറ്റ് ദ പ്രസാദ്. അത് മനസ്സിലാക്കി ചോദിച്ചാൽ നന്നാണ്. ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ മാത്രം വിവേകശൂന്യനല്ല താനെന്നാണ് സന്ദീപ് വാര്യരുടെ വിശദീകരണം. സൈബർ ആക്രമണം സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ KC വേണുഗോപാൽ തയ്യാറായില്ല. അധിക്ഷേപങ്ങളിൽ കോൺഗ്രസിന് പങ്കില്ലെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശ്രീലങ്കയിൽ കനത്ത നാശം വിധിച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാളെ വൈകിട്ടോടെ ന്യൂനമർദ്ദമായി മാറും. തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. കനത്ത മഴയിൽ തമിഴ്നാട്ടിൽ 3 പേർ മരിച്ചു. ശ്രീലങ്കയിൽ ചുഴലിക്കാറ്റിൽ 159 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കാറ്റിലും മഴയിലുമാണ് 3 പേർ മരിച്ചത്. തൂത്തുക്കുടി, തഞ്ചാവൂർ, മയിലാടുതുറ എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. 234 വീടുകൾ തകർന്നു. 38 ക്യാമ്പുകളിലായി 2393 പേർ കഴിയുന്നുണ്ടെന്നും റവന്യൂ മന്ത്രി KKSSR രാമചന്ദ്രൻ അറിയിച്ചു. തഞ്ചാവൂർ, നാഗപട്ടണം തുടങ്ങിയ ജില്ലകളിൽ ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. നിലവിൽ ചെന്നൈ തീരത്തു നിന്നും 180 കിലോമീറ്റർ അകലെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. 12 കിലോമീറ്ററാണ് കാറ്റിന്റെ വേഗം. ഇന്ന് വൈകിട്ടോടെ തീവ്ര ന്യൂനമർദ്ദമാകും. 24 മണിക്കൂറിനുള്ളിൽ ചെന്നൈ തീരത്തിന് സമീപത്തേക്കെത്തും. അപ്പോഴേക്കും ശക്തി ക്ഷയിച്ച ന്യൂനമർദ്ദമാകും. ചുഴലിക്കാറ്റ് കരയോടടുക്കുമ്പോൾ തീരദേശ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ചെന്നൈയിലെ മറീന, പട്ടണപ്പാക്കം, ബസന്തനഗർ തുടങ്ങിയ ബീച്ചുകളിൽ സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ഡിറ്റ്വ നാശം വിതച്ച ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രാജ്യത്ത് മരണം 159ആയി. 191 പേരെ കാണാതായി. ഇന്ത്യൻ നാവികസേനയും NDRF സംഘവും ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. രാജ്യത്ത് പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 24 ചെന്നൈ. എറണാകുളം HMTക്ക് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കുവൈറ്റിൽ നിന്ന് നാടുകടത്തിയ കൊൽക്കത്ത സ്വദേശി സൂരജ് രാമയുടേതാണോ മൃതദേഹം എന്നാണ് സംശയം. സൂരജ് രാമയുടെ മകൻ ഉടൻ കൊച്ചിയിലെത്തും.
സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ അടക്കം റിക്വസ്റ്റ് കൊടുത്തിട്ട് ഫയറും കൂടി ചേർന്ന് രാവിലെ ചെക്ക് ചെയ്താണ് നമുക്കൊരു സംശയം തോന്നി. എല്ലാ പ്രദേശവും ലാസ്റ്റ് ഇവിടെയാണ് മിസ്സിംഗ് ആയിരുന്നത്. ഇവിടെ നിന്നുള്ള ഒരു ഇതാണ് നമുക്ക് ആദ്യം തോന്നിയിരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നോക്കിയിട്ടുണ്ട്, കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും സെർച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ശബരിമലയിൽ വരെ ലാസ്റ്റ്, അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രങ്ങൾ, അസുരനെ താമസിക്കുന്ന സ്ഥലങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും പോലീസിന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ബാക്കി കൂടുതൽ കാര്യങ്ങൾ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് എനിക്ക് മേളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. വരും വൈകിട്ടും മകൻ വരും, റിലേറ്റീവ്സ് വരും, എല്ലാവരും വരും. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ തുടർച്ച് നടക്കും. കളമശ്ശേരി പോലീസ് കേസെടുത്ത് നടക്കും. കളമശ്ശേരി HMTക്ക് സമീപം കാട്ടിനുള്ളിലാണ് ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. അവിടെ തത്സമയം റാഫി കരീം ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. റാഫി, ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണമാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ എല്ലായിടങ്ങളിലും വിശദമായി തന്നെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു മൃതദേഹം കിട്ടുമ്പോൾ 95% പോലീസ് ഉറപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലാമയുടെ മൃതദേഹമാണ് എന്ന്. പക്ഷേ തുടർ പരിശോധനകൾ, ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? മകൻ എത്തും എന്നതാണല്ലോ അറിയാൻ കഴിയുന്നത്. തീർച്ചയായും അനുജ, ഈ ശാസ്ത്രീയ പരിശോധനകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അല്ലാത്ത മറ്റു പരിശോധനകളിൽ, അതായത് സാഹചര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ മറ്റു പരിശോധനകളിലെല്ലാം തന്നെ ഇത് സൂരജ് ലാമയുടേതെന്ന് ഒരു പരിധിവരെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. കാരണം സൂരജ് ലാമയുടെ ഏറ്റവും ഒടുവിൽ ലഭിച്ച ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിലെ വസ്ത്രങ്ങൾ, ഇതെല്ലാം തന്നെ മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ സൂരജ് ലാമയെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് പരിശോധന നടത്താൻ തന്നെ പോലീസ് തീരുമാനിച്ചതിന് പിന്നിൽ ഈ CCTV ദൃശ്യങ്ങളിൽ ഏറ്റവും ഒടുവിലായി സൂരജ് ലാമയെ കണ്ടെത്തുന്നത് ഈ പ്രദേശത്തിന് സമീപത്തായിരുന്നു. പിന്നീടാണ് 29 അംഗ സംഘം, പോലീസിന്റെ പ്രത്യേക സംഘം രൂപീകരിക്കുന്നു. അതിൽ ഫയർഫോഴ്സിന്റെ പരിശീലനം ലഭിച്ച സംഘങ്ങളെ ഉപയോഗിക്കുന്നു. ആ പരിശീലനം ലഭിച്ച ഫയർഫോഴ്സ് സംഘങ്ങളും ചേർന്ന് അങ്ങനെ 29 അംഗ സംഘമാണ് ഇന്ന് പരിശോധന നടത്തിയത്. ഈ 29 അംഗ സംഘങ്ങൾ 2 പേരായി തിരിഞ്ഞുകൊണ്ടായിരുന്നു പരിശോധന. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ കളമശ്ശേരി HMT കമ്പനിക്ക് നേരെ ഓപ്പോസിറ്റുള്ള കാട്ടിൽ, ചതുപ്പിൽ, വെള്ളത്തിൽ കമന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ആ മൃതദേഹത്തിന് 1.5 മാസത്തെ പഴക്കം നിലവിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതൊരു നീല നിറത്തിലുള്ള ഒരു ട്രൗസറാണ് ശരീരത്തിലുള്ളത്. ഒപ്പം തന്നെ ഒരു ടീഷർട്ടും ധരിച്ചിട്ടുണ്ട്. ഈ 2 വസ്തുക്കളും, അതായത് ഈ 2 വസ്ത്രങ്ങളും ഏറ്റവും ഒടുവിൽ സൂരജ് ലാമയുടേതെന്ന് കണ്ടെത്തിയ ദൃശ്യങ്ങളിൽ ഉള്ള വസ്ത്രങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂരജ് ലാമയുടെ മകൻ സാന്റോൺ കൊച്ചിയിലേക്ക് എത്തും. കൊച്ചിയിലെത്തി സാന്റോണുമായി ചേർന്നുള്ള ഒരു ശാസ്ത്രീയ പരിശോധനയിൽ മാത്രമാണ് ഇത് സ്ഥിരീകരിക്കാൻ കഴിയുക. അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായി ഇത് കൺഫേം ചെയ്യുക. എന്നാൽ മറ്റ് സാഹചര്യങ്ങളെല്ലാം തന്നെ സൂരജ് ലാമയുടേതെന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഏറെക്കുറെ 95% പോലീസ് അത് ഉറപ്പിക്കുകയാണ്. പക്ഷേ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്തിമമായി ഇതാരുടെ മൃതദേഹമാണ് എന്നത് കണ്ടെത്താൻ കഴിയൂ. അതിനുള്ള പരിശോധനകളിലേക്ക് കടക്കുന്നു. ഒപ്പം തന്നെ സൂരജ് ലാമയുടെ മകനും ഉടനെത്തും എന്നതാണ് റാഫി കരീം നൽകിയ വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദേവസ്വം ബോർഡ് നിർദ്ദേശത്തെ തുടർന്നാണ് സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് എന്നാണ് തന്ത്രിയുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും ഭക്തൻ എന്ന നിലയിൽ ഗോവർദ്ധനെ പരിചയമുണ്ടെന്നും കണ്ഠരര് മഹേഷ് മോഹനര് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. തന്ത്രി കണ്ഠരര് രാജീവരടക്കം നൽകിയ മൊഴിയാണ് മഹേഷ് മോഹനരും ആവർത്തിച്ചത്. 2022 ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി തേടിയത് തിരുവനന്തപുരം ദേവസ്വം ബോർഡാണ്. അതിൽ അനുമതി നൽകുക മാത്രമാണ് ചെയ്തത്. ശബരിമലയിൽ സ്ഥിരമായി എത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടായിരുന്നുവെന്നും മൊഴി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണം വിറ്റത് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലാണെന്ന് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം ജ്വല്ലറിയിൽ നിന്ന് സ്വർണവും കണ്ടെടുത്തു. ഗോവർദ്ധനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇവരെല്ലാം ശബരിമലയിൽ സ്ഥിരമായി വരുന്ന വ്യക്തികളാണെന്നും ഭക്തരെന്ന രീതിയിൽ ക്ഷണിച്ചപ്പോൾ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ പോയതാണെന്നും കണ്ഠരര് മഹേഷ് മോഹനര് മൊഴി നൽകി. ബുധനാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ. ശബരിമലയിൽ നിന്നും ശേഖരിച്ചു പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലവും തുടരന്വേഷണത്തിൽ നിർണായകമാകും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ക്രമക്കേടിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷിന്റെ വാദം പൊളിയുന്നു. S. സുരേഷിന് ബാങ്കിൽ വായ്പാ കുടിശ്ശിക ഇല്ല എന്ന വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന് ലഭിച്ചു. വായ്പാ അപേക്ഷ നൽകാതെ S. സുരേഷ് പണം കൈപ്പറ്റിയെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ ക്രമക്കേടിനെ തുടർന്നുണ്ടായ നഷ്ടം 4.16 കോടിയെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. സൊസൈറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റും
BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എസ് സുരേഷ് 43 ലക്ഷം രൂപയും പലിശയും പിഴ അടക്കണമെന്നായിരുന്നു ഉത്തരവ്. താൻ വായ്പ എടുത്തിട്ടില്ലെന്നും വായ്പയ്ക്കായി ആരെയും ശുപാർശ ചെയ്തിട്ടില്ലെന്നുമായിരുന്നു എസ് സുരേഷിന്റെ വിശദീകരണം. എന്നാൽ 2013-ലും 2014-ലും എസ് സുരേഷ് സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ടും എസ് സുരേഷ് കുടിശ്ശിക വരുത്തി. വായ്പയ്ക്ക് അപേക്ഷ നൽകാതെയാണ് പണം കൈപ്പറ്റിയത്. വായ്പാ കുടിശ്ശികയുടെ രേഖകൾ 24-ന് ലഭിച്ചു. സുരേഷിന് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ബന്ധമില്ലെന്ന വാദവും തെറ്റാണ്. എസ് സുരേഷ് ബോർഡ് യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തു. 3 വാർഷിക പൊതുയോഗങ്ങളിലും പങ്കെടുത്തു. സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ സർചാർജ് ഉത്തരവും 24-ന് ലഭിച്ചു. 24 തിരുവനന്തപുരം. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് വീണ്ടും കുരുക്ക്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ പുതിയ FIR ഫയൽ ചെയ്തു. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നതിൽ പുതുമയില്ലെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് പുതിയ കേസ്. സോണിയയ്ക്കും രാഹുലിനും പുറമെ സാം പിത്രോദയടക്കം മറ്റ് 4 പേരെയാണ് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം രജിസ്റ്റർ ചെയ്ത FIR-ൽ പ്രതി ചേർത്തിരിക്കുന്നത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്, യങ് ഇന്ത്യൻ, ഡോട്ടെക്സ് മർച്ചന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികളുടെ പേരും FIR-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന കേസിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ മാതൃകമ്പനിയായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിനെ വഞ്ചനാപരമായി കൈവശപ്പെടുത്താൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. കേസ് കാട്ടി ഭയപ്പെടുത്തേണ്ടെന്ന കോൺഗ്രസ് പ്രതികരണം. ഇലക്ഷൻ കമ്മീഷൻ, CBI, ED ഈ പറയുന്ന എല്ലാ ഏജൻസികളെയും പിടിച്ചുകൊണ്ട് ജനാധിപത്യം കംപ്ലീറ്റ് കശാപ്പ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കും. ഈ കേസൊന്നും കൊണ്ട് പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരുപാട് കേസ് കണ്ടതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 3-നാണ് ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. 24 ഡൽഹി. ബീഹാറിലെ പരാജയത്തിന് പിന്നാലെ മഹാസഖ്യത്തിൽ പൊട്ടിത്തെറി. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് RJD ബീഹാർ ഘടകം പരസ്യമായി രംഗത്തെത്തി. വിഷയം ചർച്ച ചെയ്യേണ്ടത് മുന്നണിക്കുള്ളിലാണെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലല്ലെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രാഥമിക അവലോകനത്തിന് ശേഷമാണ് ബീഹാർ RJD അധ്യക്ഷൻ മംഗനിലാൽ മണ്ഡൽ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നത്. കോൺഗ്രസ് മഹാസഖ്യം വിട്ടാൽ അതിനെ താൻ സ്വാഗതം ചെയ്യും. 61 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. RJDക്കെതിരെ പോലും സ്ഥാനാർത്ഥികളെ നിർത്തി. എന്നിട്ടും 6 സീറ്റുകളാണ് ലഭിച്ചത്. ആ 6 പോലും ലഭിച്ചത് RJDയുടെ ഔദാര്യം കൊണ്ടാണെന്നാണ് വിമർശനം. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് RJDക്ക് നല്ലതെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ये औपचारिक बात नहीं है, न ये प्रिंट मीडिया में आया है, न इलेक्ट्रॉनिक मीडिया में आया है. तो इस बात को औपचारिक रूप से हम चर्चा नहीं करेंगे, जवाब नहीं देंगे. अनौपचारिक का कोई जवाब नहीं होता. ജംഗിൾ രാജിന്റെ ഓർമ്മകൾ ബീഹാറിലെ തിരിച്ചടിക്ക് കാരണമായതായി കോൺഗ്രസ് അവലോകന യോഗത്തിൽ ഉയർന്ന വിമർശനമാണ് RJDയെ പ്രകോപിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മഹാസഖ്യത്തിന്റെ ഏകോപന സമിതി അധ്യക്ഷൻ തേജസ്വി പ്രസാദ് യാദവിനെയാണ് അറിയിക്കേണ്ടതെന്ന് ബീഹാർ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. മഹാസഖ്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ പോരാട്ടം തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുന്നുവെന്ന് BJP നേതാവ് ഷാനവാസ് ഹുസൈൻ പരിഹസിച്ചു. 24 ഡൽഹി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. SIR ഉൾപ്പെടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാണ് ആവശ്യം. സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ മെനയാനുള്ള കോൺഗ്രസിന്റെ നേതൃയോഗം വൈകിട്ട് 5 മണിക്ക് ചേരും. ഇന്ത്യ സഖ്യത്തിലെ പാർലമെന്ററി നേതാക്കളുടെ യോഗം നാളെ ചേരും. നാളെ മുതൽ 19 വരെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അവധി ദിവസമായി ഇന്ന് തിരക്ക് കുറഞ്ഞ് ശബരിമല സന്നിധാനം. ഇന്ന് ഉച്ചവരെ 35,000-ൽ താഴെ ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 76,151 തീർത്ഥാടകർ ദർശനത്തിനെത്തി. 70,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെങ്കിലും വലിയൊരു വിഭാഗം എത്തിയില്ല എന്നാണ് കണക്ക്. സന്നിധാനത്തെ തിരക്കനുസരിച്ച് കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കും. മണ്ഡലകാലം ആരംഭിച്ച ശേഷം ഏറ്റവും കുറവ് തിരക്കുണ്ടായ 2 ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നും.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 400-ലേറെ ദിവസം നീണ്ട മുനമ്പം ഭൂസമരം ഇന്ന് അവസാനിക്കും. താത്കാലികാടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് സമരം അവസാനിപ്പിക്കുന്നത്. മന്ത്രിമാരായ പി രാജീവും കെ രാജനും സമരപ്പന്തലിൽ നേരിട്ടെത്തും. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം ഇന്ന് ബദൽ സമരം തുടങ്ങും. 414 ദിവസങ്ങൾക്ക് മുൻപ് മുനമ്പത്ത് ആരംഭിച്ച സമരമാണ് ഇന്ന് അവസാനിക്കുന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. പിന്നാലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. ഇതോടെയാണ് സമരം അവസാനിപ്പിക്കുന്നത്. പോക്കുവരവ് നടത്തുകയാണെങ്കിൽ നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണം. അപ്പോൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതേപോലെ തന്നെ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അതും ലഭിക്കും. അപ്പം അങ്ങനെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കും. അത് കൃത്യമായിട്ടുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ പി രാജീവും കെ രാജനും സമരപ്പന്തലിലെത്തും. പൂർണ്ണമായിട്ടും അവർ സംരക്ഷിക്കുമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിയമപരം ഒരു ദിവസത്തെ പ്രഖ്യാപനം കൊണ്ടുള്ള കയ്യടിയല്ല, അവർക്ക് സ്ഥിരമായിട്ടുള്ള അവകാശം ഉറപ്പുവരുന്ന നടപടിയായിരിക്കും. അവിടുത്തെ 600-ലേറെ വരുന്ന കുടുംബങ്ങളെ ഒരു കാരണവശാലും അനാഥമാക്കില്ല എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. മുനമ്പത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ആരും തയ്യാറാകരുത്. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ മുൻകൈ എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ സമരസമിതിയിൽ ഭിന്നതയുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള ബദൽ സമരവും ഇന്ന് ആരംഭിക്കും. 24 കൊച്ചി. പാലക്കാട് ചെർപ്പുളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണ വിധേയനായ വടകര ഡിവൈഎസ്പി A ഉമേഷിന് സസ്പെൻഷൻ. പദവി ദുരുപയോഗം ചെയ്തുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. അനാശാസ്യ കേസിൽ പിടികൂടിയ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് നടപടി. 2014-ൽ A ഉമേഷ് പാലക്കാട് വടക്കാഞ്ചേരിയിൽ CI ആയിരുന്ന കാലത്താണ് കേസിനാസ്പദമായ സംഭവം. അനാശാസ്യ കേസിൽ കസ്റ്റഡിയിലെടുത്ത യുവതിയെ കേസെടുക്കാതെ വിട്ടയക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഉമേഷ് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. സംഭവത്തിൽ യുവതി കഴിഞ്ഞ ദിവസം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണ റിപ്പോർട്ട് പാലക്കാട് SP അജിത് കുമാറിന് കൈമാറി. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് DGP നടപടിക്ക് ശുപാർശ ചെയ്തത്. ചെറുപ്പുളശ്ശേരി CI ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് വടകര ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഗുരുതര ആരോപണം. നിലവിൽ മെഡിക്കൽ ലീവിലാണ് A ഉമേഷ് ഉള്ളത്. ഉമേഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് DCCയും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തദ്ദേശ പോര് കടുക്കുന്നു. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. കണ്ണൂർ ആന്തൂരിൽ UDF പ്രവർത്തകർക്കെതിരെ കേസ്. നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് കേസ്. സ്ഥാനാർത്ഥിയെ പിന്താങ്ങുന്നതായി തന്റെ വ്യാജ ഒപ്പിട്ട് പത്രിക നൽകിയെന്ന് കൃഷ്ണൻ KP റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസെടുത്തത്. മറ്റൊരു വാർത്ത. നവീകരണ ജോലികൾ പൂർത്തിയാക്കാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ GCDAക്ക് കൈമാറി. സ്റ്റേഡിയത്തിലെ ജോലികൾക്കായി സ്പോൺസർക്ക് നൽകിയ കാലാവധി കഴിഞ്ഞതോടെയാണ് നവീകരണം പാതി വഴിയിലാക്കി സ്റ്റേഡിയം കൈമാറിയത്. സ്റ്റേഡിയത്തിലെ ബാക്കിയുള്ള നവീകരണ ജോലികൾ GCDAയും സ്പോൺസറും സംയുക്തമായി പൂർത്തിയാക്കാനാണ് നീക്കം. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിനായാണ് കൊച്ചി സ്റ്റേഡിയം സെപ്റ്റംബർ 26-ന് സ്പോൺസർക്ക് വിട്ടുനൽകിയത്. മത്സരം നടക്കുമെന്ന് സ്പോൺസർ പ്രഖ്യാപിച്ചതു പ്രകാരം ഇന്നുവരെയായിരുന്നു കാലാവധി. ഇതിനിടെ സ്റ്റേഡിയത്തിൽ 70 കോടി രൂപയുടെ നവീകരണം നടത്തുമെന്ന് സ്പോൺസർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പ്രഖ്യാപിച്ച നവീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാക്കിയാണ് സ്റ്റേഡിയം GCDAക്ക് കൈമാറുന്നത്. പുതിയ കവാടം, ചുറ്റുമതിൽ, VVIP സിറ്റിംഗ് ഏരിയ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് സംവിധാനം, ടർഫ് നവീകരണം, ഇലക്ട്രിക് സംവിധാനം, ലൈറ്റിംഗ് സംവിധാനം എന്നിവയായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം. കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയുമെല്ലാം പണികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. ഈ ജോലികൾ ഇനി GCDAയും സ്പോൺസറും സംയുക്തമായി പൂർത്തിയാക്കുമെന്നാണ് GCDA വ്യക്തമാക്കുന്നത്. ഇതിനായി GCDA എഞ്ചിനീയറിംഗ് വിഭാഗം സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തും. അതേസമയം സ്പോൺസറുമായി വ്യക്തമായ കരാറില്ലാത്തതിനാൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അവ്യക്തതയുണ്ട്. 24 കൊച്ചി. റിപ്പോർട്ടോടെ ഇന്നത്തെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.